6 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ആന്റി ലോഗരിതം ഓഫ് ഈ ലോഗരിതം വാല്യൂ ആണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, നമുക്കറിയാം ഈ ലോഗരിതം വാല്യൂ നമുക്ക് എങ്ങനെയാ കിട്ടുക? 2 പോയിന്റ് എന്ന് എങ്ങനെയാണ് കിട്ടുക? ഈ 2 പോയിന്റ് എന്തുകൊണ്ടാണ് വന്നത്? ഇവിടെ ഒന്ന് നോക്കിയേ, ഇവിടെ രണ്ട് ഡിജിറ്റ് ഉണ്ടെങ്കിൽ എന്താണ്, ഒന്നിനേക്കാളും കൂടുതലാണെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ഫോർമുല യൂസ് ചെയ്യേണ്ടത്? ഒന്നിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എത്ര അക്കൗണ്ട് അല്ലെങ്കിൽ എത്ര ഡിജിറ്റ് ഉണ്ട് അതിൽ നിന്നും നമ്മൾ 1 മൈനസ് ചെയ്യാം അല്ലെ. ഇപ്പൊ ഇവിടെ 2 ഡിജിറ്റ് ആയതുകൊണ്ട് നമ്മൾ 1 മൈനസ് ചെയ്തു, അപ്പൊ 1 കിട്ടി. അപ്പൊ ഇവിടെ 1 ഇട്ടു. ആൻഡ് ഇവിടെ ഇപ്പൊ 4 ഡിജിറ്റ് ആണെങ്കിൽ 4 മൈനസ് 1, അങ്ങനെ നമുക്ക് 3 കിട്ടി. ആൻഡ് ഇവിടെ 2 ആയത് എന്തുകൊണ്ടായിരിക്കും? 2 പോയിന്റ്. ഇവിടെ 3 പോയിന്റ് വന്നത് എത്രയാണ്? നമ്മൾ 4 ഒക്കെ ഉള്ളത് കൊണ്ടാണ് 3 പോയിന്റ് വന്നത് അല്ലെ. അപ്പൊ ഇവിടെ 3 പോയിന്റ് വരാനുള്ള കാരണം അവിടെ 4 അക്കം ഉണ്ട്. അപ്പൊ ഇവിടെ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 അക്കമാണ്. ഓക്കെ, 3 അക്കമുള്ള സംഖ്യയാണ്. അത് കഴിഞ്ഞ് പോയിന്റ് ഇടുക. അപ്പൊ ഇവിടെ 293. ഓക്കെ, 3 അക്കമാണ് ഉള്ളത്, അതുകൊണ്ടാണ് 2 പോയിന്റ് വന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. സോ 293.6 എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.82. ഓക്കെ, 0.82 അതിന്റെ ആന്റി ലോഗ് കാണണം. അപ്പൊ ഇതിന്റെ ആന്റി ലോഗ് കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല, നമ്മൾ ആന്റി ലോഗരിതത്തില് 82 നോക്കാം. 0.82 അത് കഴിഞ്ഞിട്ട് വേറെ വാല്യൂ ഒന്നുമില്ല. 0.82. യെസ്, 0.82 എവിടെയാണുള്ളത്? ഈ ഫസ്റ്റ് ഇതില് ഇവിടെയാണുള്ളത് 82. ഓക്കെ, 82ന്റെ നേരെ നമ്മൾക്ക് 0 ആണ്. അടുത്ത വാല്യൂ നമുക്ക് 0 ആണ്, ബിക്കോസ് 82 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 0 നോക്കുക. അപ്പൊ 0 ഇങ്ങനെ താഴോട്ടേക്ക് നോക്കുക, ആൻഡ് 82 നോക്കുക. അപ്പൊ എത്രയാണ്? 6607. ഓക്കെ, 6607 എന്നാണ് അതിന്റെ വാല്യൂ. ഓക്കെ, 6607